ഹായ് ഫ്രണ്ട്സ്, വർണ്ണം പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് താമര പരിചരണത്തിൻ്റെ രണ്ടാം ഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താമരയെ നടുന്നതും അത് എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരേണ്ടതും എന്നുള്ളതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള എപ്പിസോഡ്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാം ഭാഗം കാണാത്തവർ അത് പോയി കണ്ടതിന് ശേഷം ഇത് കാണുക കേട്ടോ. നമ്മൾ താമര ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ താമരയെ പരിചരിക്കുന്ന ഭാഗമാണിത്. ഇത് ഡാപ്പ്. ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ടാപ്പ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് DAP. അപ്പോൾ നമ്മളിത് താമരയ്ക്കുള്ള ചെയ്യുന്ന ഏതൊരു വളമാണെങ്കിലും നമ്മളത് വെറുതെ ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതിന് ഹാർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുകയുമില്ല, താമര നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പത്ര പേപ്പറിൽ അത് പൊതിഞ്ഞാണ് നമ്മൾ വച്ചു കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എത്ര പ്ലാന്റ് നിങ്ങൾക്കുണ്ടോ അതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ പത്രപ്പേപ്പറൊക്കെ എടുക്കാൻ. ഒരു പത്രത്തിനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 4 പീസാക്കി മാറ്റി അത് ഒരു പീസിലാണ് നമ്മൾ ഒരു താമരയ്ക്ക് ആവശ്യമുള്ള വളം എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് മറ്റുള്ള വളങ്ങളും ഇതുപോലെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് DAP തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം വേഗം പണി തീർന്ന് പോരാമല്ലോ എന്നുള്ള കണക്കുകൂട്ടലിലാണ്. ഇതുപോലെ തന്നെ എല്ലുപൊടിയും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. വളർച്ചയ്ക്ക് അതൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഓരോന്ന് മാറ്റി മാറ്റി ചെയ്യുകയാണെങ്കിലും അതും നല്ലതൊക്കെ തന്നെയാണ്. ഒരു 10, 15, 20 ദിവസത്തെ ഇടവേളയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ DAP കണ്ടോ, ഒരു 3/4 സ്പൂൺ, ഞാൻ എടുത്തേക്കുന്ന സ്പൂണിൻ്റെ അളവ് കണ്ടല്ലോ, അത്ര എടുക്കുക. ഇതുപോലെ ചുരുട്ടി കെട്ടി അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് കെട്ടി വയ്ക്കുക. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാനിതേ കുറേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവധിയായിരുന്നുകൊണ്ട് കുറച്ചെണ്ണത്തിനൊക്കെ വെച്ച് കൊടുക്കാം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഇത് നോക്കി, ഇതുപോലെ ഒരു ലാഡർ വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. എൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന താമരകളെല്ലാം ഞാൻ ഈ ലാഡറിലൂടെ കയറിയാണ് ഞാനത് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര റിസ്ക്കിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റിസ്ക് എടുക്കുന്നത് കൊണ്ടല്ല, ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് താമരേനെ. അതുകൊണ്ടാണ് ഇത്രയും സ്നേഹത്തോടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിലൊരു ഫ്ലവറൊക്കെ വിരിഞ്ഞു വരുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്ലാന്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇതുപോലെ 2-3 ഇലകളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളപ്രയോഗം തുടങ്ങുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഇതുണ്ട് കഴിഞ്ഞ ദിവസം നന്നാക്കി ഇതൊക്കെ ഞാൻ കാണിച്ചിരുന്നു എങ്ങനെയാണെന്ന്. അതിന് ശേഷം നമ്മൾ ഇത്തിരി വളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുങ്ങൾക്ക് വേഗം വലിച്ചെടുക്കാനുള്ള പെട്ടെന്ന് വളർന്ന് കയറാനും ഒക്കെ സാധിക്കും കേട്ടോ. അതിനൊക്കെയുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്ന് ഞാൻ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഇതുപോലെ നല്ലതായിട്ട് ഇതുണ്ടോ, 2 മുട്ടൊക്കെ ചുമ്മാ വന്ന് നിൽപ്പുണ്ട്. വിരിഞ്ഞ് കിട്ടുമോ എന്ന് സംശയമാണ്. കാരണം ഇതുപോലെ മഴയാണ്. മഴ മാത്രമല്ല, മഴ തന്നെയാണെങ്കിലും വിരിഞ്ഞ് കിട്ടും. പക്ഷെ മഴ കഴിഞ്ഞിട്ട് വരുന്ന വെയിലിനെ അതുങ്ങൾക്ക് പറ്റുന്നില്ല. ആ വെള്ളം ഇരുന്നിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതുങ്ങൾക്ക് വിരിഞ്ഞ് വരാൻ പാട്. ചിലത് കരിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ കേട്ടോ. ഇത് കണ്ടോ, ഈ പോട്ടിൻ്റെ ചുറ്റിനുമാണ് നമ്മളുടെ റണ്ണർ ഓടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് വച്ചു കൊടുക്കുന്നത്. എല്ലാത്തിലും ഇങ്ങനെ അസോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് വെള്ളം കിടക്കുന്നത്. അതിൽ നമുക്ക് കൈ ഇറങ്ങി പോകുന്നവരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ആ മണ്ണ് അതുപോലെ തന്നെ മുകളിൽ മൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് പഴയ പോലെ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ പ്ലാന്റിലും കുറേ പ്ലാന്റുകളുണ്ട്. അതിൽ കൊണ്ടുവന്നേക്കുന്ന അത്രയും വെച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എല്ലാത്തിലും ഒന്നും വെച്ച് തീരില്ല കേട്ടോ. ഇതിലൊക്കെ ഇന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് വേഗം തന്നെ നല്ല ഫ്ലവറിങ്, വളരെ വേഗം തന്നെ ഫ്ലവറിങ് ആയിട്ട് അത് മാറുന്നുണ്ട്. നല്ലതായിട്ട് നല്ല ഫ്ലവേഴ്സ്. ആ മുട്ടുകളുടെയൊക്കെ വലിപ്പം നോക്കിക്കേ, അത്ര നല്ല ഫ്ലവേഴ്സ് കിട്ടാൻ ഒരുപാട് സഹായിക്കുന്നതാണ് DAP ഡാപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ താമരയൊക്കെ ഇങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കുകയാണ്. ട്യൂബർ എടുക്കുന്നതിൻ്റെ ആ മുരടിപ്പല്ല, അല്ലാതെ ഡോർമൻസി സ്റ്റേജ് അല്ലാതെ താമരയ്ക്കൊന്നും ഒരു ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വളം ഇതുപോലെ ഒന്ന് പേപ്പറിൽ പൊതിഞ്ഞൊന്ന് വെച്ച് കൊടുത്തു നോക്കൂ. ചിലപ്പോൾ അതിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ ടൈം താമര നന്നായിട്ട് പൂവിടുന്ന സമയമാണ്. എല്ലാവരും ഒരു ട്യൂബറെങ്കിലും വാങ്ങി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു താമര പൂന്തോട്ടം വിരിയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ലേ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.